സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 മാസസ് കൊണ്ട് ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇന്റൻസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. There are 3 masses. This is 10 kg, this is 10 kg and this is 10 kg. And our point is in midline between these 2 masses. This point 1 kg. So the distance is 1 meter, 1 meter and 1 meter. അങ്ങനെയാണ് നമുക്ക് ഡിസ്റ്റൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇന്റൻസിറ്റി ഒരു 1 kg മാസിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പോയിന്റിനെ ഫോഴ്സിനെ F1 എന്നും ഇതിന് F2 എന്നും ഇതിന് F3 എന്നും വിളിക്കാം. ഇതാണ് 3 ഫോഴ്സസ്. സോ F1 ഈസ് ഈക്വൽ ടു G into 10 into 1 by R square. 10G. F2 equal to G into 10 into 1 by R square. 10G. And F3 is equal to G into 10 into 1 by R square. So 10G. So 3 10G forces ആണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. F equal to G into M1 M2 by R square എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ്പൊ 3 ഫോഴ്സും നമുക്ക് കിട്ടി. നമുക്കറിയാം F2 F1 ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ F1 ഈക്വൽ ടു F2 ആണ്. മാഗ്നിറ്റ്യൂഡ് വൈസ് F1 ഈക്വൽ ടു F2 ആണ്. ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അത് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് നെറ്റ് വാല്യൂ 0 ആയിരിക്കും. ഇങ്ങനെയാണ് F2 F1 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, നെറ്റ് വാല്യൂ 0 ആയിരിക്കും, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്. F3 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് F3 ആണ്. G10/1 സ്ക്വയർ 10G എന്ന ഈ ഫോഴ്സ് ആണ് ഇതിന്റെ നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ്. അത് ഈ ഡയറക്ഷനിലേക്കും അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം F1 ഉം F2 ഉം ഈക്വൽ ഫോഴ്സസ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, ക്യാൻസൽ ഔട്ട് ചെയ്യും. പിന്നെ F3 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ F3 അപ്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പം എന്താണ്, ഈ F3 മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ F3 ഈക്വൽ ടു 10G എന്ന ആ ഫോഴ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 10G ന്യൂട്ടൺ ആണ്. 10G ന്യൂട്ടൺ ആണ് നെറ്റ് ഫോഴ്സ്. 10G ന്യൂട്ടൺ ആണ് നെറ്റ് ഫോഴ്സ്. അത് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.